അമേരിക്ക ഇറാനുമായിട്ട് കരാറുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പം തീർത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. USS എബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ ഒരു തമാശ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പഴയ പ്രസിഡൻറ്റുമാരെ അവർ കടലിൽ കൊണ്ടുപോയിടും. എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ്, ഇവരൊക്കെ പഴയ പ്രസിഡൻറ്റുമാർ. ആ കപ്പലിനൊരു പേര് വിട്ടിട്ട് ഉപ്പുവെള്ളത്തിൽ കിടക്കുകയാണ് പഴയ പ്രസിഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ എബ്രഹാം ലിങ്കൺ കടലിലൂടെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ കാർന്നവൻ്റെ അടുത്ത് കടലിലിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇതൊക്കെ ഈ വലിയ സന്നാഹം വെച്ച് ഞാനിപ്പോൾ തീർത്ത് കളയുന്ന മനുഷ്യൻ പെട്ടെന്ന് ട്രൂത്ത് സോഷ്യലിൽ ഞാനൊരു ഡീലുണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അവൻ നെതന്യാഹുവിൻ്റെ അകവാള് വെട്ടിപ്പോയി. അയാൾ ഓടി അമേരിക്ക പോയി 3 ദിവസം അവിടെ താമസിച്ചയാൾ. എൻ്റെ പൊന്നിയേട്ട എന്താ ഈ കാണിക്കുന്നത്? അല്ല അത് അപ്പോൾ ട്രംപ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതെന്തോ ഇപ്പോൾ കണ്ടുപിടിക്കുന്ന പോലെയാണ്. ഇറാനിൽ നിറച്ച എണ്ണയുണ്ട്. പിന്നെ മിനറൽസ്, ഇപ്പോഴത്തെ ഒരു വലിയ സാധനമാണല്ലോ മിനറൽ. എന്ത് മിനറലാണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. എല്ലാവരും പറയുന്നത് കേൾക്കാം മിനറൽസിൻ്റെ ശേഖരമുണ്ട്. എന്തുമായിക്കോട്ടെ, അതുമുണ്ട് അയാളുടെ കയ്യിൽ. അതുകൂടാതെ സാധാരണ നമ്മുടെ ഇരുമ്പ്, അലുമിനിയം, ചെമ്പ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. വലിയ മലനിരകളൊക്കെയുള്ള ഒരു സ്ഥലമാണല്ലോ ഇറാൻ, വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഈടാക്കാനായിട്ട് ഒരു ഡീൽ നടത്താം. അപ്പോൾ നെതന്യാഹു പറയുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഇതാണ് പ്രഖ്യാപിത ലക്ഷ്യം ഇറാൻ്റെ. ഇത് വെറുതെ ഏതെങ്കിലും ഊളന്മാർ പറയുന്നതല്ല. ഈ ഖമനയി സൈസ്, ഇതിന് മുമ്പിരുന്ന ഖമനയും ഒക്കെ പറഞ്ഞു ഡെത്ത് ടു ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തു നിന്ന് തുടച്ചു കളയും. അതാണ് ഇറാൻ്റെ ജീവിതോദ്ദേശ്യം. അതുപോലെ അമേരിക്കയും. ട്രംപ് പറയുന്നത് അതൊക്കെ വെറുതെ വാചകമല്ല, നീ ഇതൊക്കെ കേട്ട് പേടിക്കുന്നു. അത് ചുമ്മാ പറയുന്നതല്ല. അവൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവിടെ. സത്യമാണ്, ഇറാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ, അതായത് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമല്ലോ ആ സ്ഥലം, ഇസ്രായേൽ, ലെബനൻ, സിറിയ, ഇറാഖ്, ജോർദാൻ, ഈജിപ്റ്റ്, ആ കംപ്ലീറ്റ് ഏരിയ. അതിങ്ങനെ സൈക്കിളായിട്ട് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഇസ്രായേലിന് വടക്ക് നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് വന്ന് ഈ രാജ്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ പ്രദേശം മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരേ ഒരു ആണവശക്തിയുള്ളത് ഇസ്രായേലാണ്. വേറെ ആർക്കും ഇതില്ല. അവരെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ഒരേ ഒരു മുസ്ലിം രാജ്യത്തിന് ആണവായുധമുള്ളത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ്റെ ആണവായുധം എന്ന് പറയുന്നത് അമേരിക്കയുടെ കൺട്രോളിലുമാണ്. അവനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് ഇറാൻ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇറാനെ പേടിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞു, ഡീലുണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആദ്യം ഈ കണ്ടീഷൻസ് ഉണ്ടാകും. ഒന്ന്, ഇവരുടെ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇപ്പം നിർത്തണം. നമ്പർ 2, അതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അവസാനത്തെ തരി എൻറിച്ച്ഡ് യുറേനിയം വരെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം. നമ്പർ 3, ഇവരുടെ ഗുണ്ടകളുണ്ടല്ലോ, ഹൂത്തി, ഹമാസ്, ഹിസ്ബുള്ള, ഇതിനെയൊക്കെ പിരിച്ചുവിടണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ എണ്ണയോ പിണ്ണാക്കോ എന്താണെന്ന് വെച്ചാൽ കരാറുണ്ടായിരിക്കും. ട്രംപ് അത് നിഷേധിച്ചിട്ടുമില്ല, സമ്മതിച്ചിട്ടുമില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. നെതന്യാഹുവിൻ്റെ ചങ്കിടിപ്പ് കൂടിക്കൂടി വരുന്നു ഓരോ ദിവസവും. കാരണം ഇയാൾ കാല് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബട്ട് ട്രംപിനും ഉണ്ട് ഈ പ്രശ്നം. ട്രംപ് ചതിച്ചു എന്ന് നെതന്യാഹുവിനൊരു തോന്നലുണ്ടായാൽ നെതന്യാഹു ഡയറക്റ്റ് ഇറാനെ ആക്രമിക്കും. അമേരിക്കയോട് പറയും നിങ്ങൾ വരണ്ടാന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈറ്റ് കണ്ടിട്ടില്ലേ, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ്. വായിജിത്ത് എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാ, വരുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഞാനങ്ങ് മുന്നോട്ട് പോകും. എന്ത് ചെയ്യും? ഇസ്രായേലിൻ്റെ കയ്യിലും ആണവായുധമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ പെട്ടെന്നൊന്നും അങ്ങ് ആർക്കും ഒന്നും ഞൊട്ടാൻ പറ്റില്ല. ആ ഒരു പേടി ട്രംപിനുമുണ്ട്. ട്രംപ് ഈ വേണ്ടാത്ത പുലിവാലിന് പോകണ്ടായിരുന്നു. ഇവർ 12 ദിവസത്തെ യുദ്ധം ചെയ്തു. അത്യാവശ്യം ഇറാന് ഡാമേജൊക്കെ ഉണ്ടായി. അവരുടെ ആണവ പദ്ധതി ഏകദേശം ഒരു 20 കൊല്ലം പുറകോട്ടടിച്ചു. അവിടെ വെച്ച് നിർത്തണ്ടേ? ഇനി അങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കട്ടെ, സാങ്ഷൻ കിങ്ഷൻ, പിന്നെ ഇടയ്ക്ക് ഒരു വെല്ലുവിളിയൊക്കെ ആയിട്ട് അങ്ങനെ പോയാൽ മതി.
ഇയാൾക്കൊരു കാര്യവുമില്ല. വീണ്ടും ഇറാനെ വെല്ലുവിളിക്കാനും അവിടെ കലാപം ഉണ്ടാക്കാനും. അവിടെ ഇപ്പോൾ എന്താ നടക്കുന്ന ആർക്കും അറിയില്ല. ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്തു. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഖമനേയി ഈ റിബൽ ഗ്രൂപ്പ്സിനെ മുഴുവൻ വെടിവെച്ച് തീർക്കുകയാണ്. മാസ് കില്ലിങ് നടക്കുകയാണ്. ഒരൊറ്റയാണ്, അത് ഒരു മുദ്രാവാക്യം കേട്ടാൽ ആ സമയത്ത് വെടിവെച്ച് തീർക്കുകയാണ്. ആ രീതിയിൽ ചെയ്യാം. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതന്ന് ചെയ്തു അവിടെ വെച്ച് നിർത്തണ്ടേ. ഇതാണ് ലോകത്ത്. ഇനിയിപ്പോൾ മോദി ഇസ്രായേൽ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വേറൊരു അത് എന്തിനായിരിക്കും പെട്ടെന്നൊരു യാത്ര? അത് എനിക്കറിയില്ല വാസ്തവം പറഞ്ഞാൽ. അതിലൊരു ഗസ് വർക്ക് നടത്താൻ പോലും പറ്റുന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ഇപ്പോൾ അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഇസ്രായേലിനും മോദി വന്നിട്ടും ആവശ്യമില്ല, മോദിക്ക് അവിടെ പോയിട്ടും ആവശ്യമില്ല. നമ്മൾ തമ്മിൽ നേരത്തെയുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു. ഈ പറഞ്ഞ ഇറാൻ കോൺഫ്ലിക്റ്റിലോ ഇതിലോ ഒന്നും നമ്മൾ കക്ഷിയല്ല. നമ്മൾ കക്ഷി ആവേണ്ട കാര്യമില്ല. ഇതൊക്കെ ദൂരെ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്ത് കാര്യം? അപ്പോൾ പിന്നെ എന്താ ഇതിൻ്റെ കാരണം എന്നുള്ളതിന് പുറത്ത് വരാനിരിക്കുന്നു.